വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തും. എല്ലാ സർവീസുകളും നിർത്തിവെക്കാനാണ് തീരുമാനം. പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതിനെ തുടർന്ന് കനത്ത വരുമാന നഷ്ടം നേരിടുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം. വയനാട്ടിൽ നിന്നും എം കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഗുഡ് മോർണിംഗ്. തുടക്കം മുതൽ ഈ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നവരൊക്കെയും ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രിയദർശിനി സൗജന്യ യാത്ര ഇവരെ കാര്യമായി തന്നെ ബാധിക്കുമെന്നത്. ഈ വയനാട്ടിൽ അത്തരത്തിൽ കാര്യമായി ബാധിച്ചിട്ടുണ്ടോ ഇവരെ? എന്താണ് വിവരങ്ങൾ സമരത്തിന്റെ? മോത്തി, വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരേപോലെ സർവീസ് നടത്തുന്ന ഒരു ജില്ലയാണ്. പ്രധാന റൂട്ടുകളിലൊക്കെ 2 സർവീസുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വന്നതിന് ശേഷം വരുമാനത്തിൽ വലിയ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് ബസ്സുടമകൾ പറയുന്നത്. എന്തായാലും സംസ്ഥാനത്തൊട്ടാകെ സമരം വരുന്നതിന് മുൻപ് തന്നെ ജില്ലയിൽ ഇന്നൊരു സൂചനാ പണിമുടക്ക് നടത്താൻ ബസ്സുടമകൾ തീരുമാനിക്കുകയായിരുന്നു. കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിലാണ് ഞാനിപ്പോഴുള്ളത്. വലിയ തിരക്കാണ് KSRTC ബസ്സുകളിൽ അനുഭവപ്പെടുന്നത്. സാർ, എങ്ങോട്ടാ? ബസ് കുറവാണോ? ബസ് ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്? തിരക്കുണ്ട് ബസ്സിൽ. എങ്ങോട്ടേക്ക് പോകാൻ നിൽക്കാണോ? മക്കളെ എങ്ങോട്ട് പോകണ്ടേ? ഏത് സ്കൂളിലേക്കാ? മുട്ടിൽ. പ്രൈവറ്റ് ബസ് ഇല്ലാത്തതുകൊണ്ട് കുറെ നേരമായി നിൽക്കുന്നത്. നിങ്ങളൊക്കെ KSRTC ബസ്സിൽ ഈ സൗജന്യ യാത്ര വന്നതിന് ശേഷം പോകാൻ തുടങ്ങിയിരുന്നോ? ഇല്ലല്ല, പ്രൈവറ്റ് തന്നെ പോയത്. ആ റൂട്ടില് KSRTC അത്ര അധികം ഇല്ലല്ലോ. എന്തായാലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നുണ്ട്. എങ്ങോട്ട് പോകാനാണ്? ഹോസ്പിറ്റലിൽ പോവാം. എവിടെ? വിംസില? അല്ല, ഇവിടെ കൈനാട്ടി. ബസ് കുറവുണ്ടോ? പകുതി വഹിക്കുന്നതാണ് അവർ മാനന്തവാടി ബോർഡ് മാറ്റിയിട്ട് കൽപ്പറ്റ ആക്കിയത്. ബത്തേരി പോകാനാ? ബത്തേരി ബസ്സില് കേറാ തിരക്കാണോ? തിരക്കന്നെയാണ്, ഭയങ്കര തിരക്കാ. സ്റ്റോറിലേ വന്നത്. അതാണ് KSRTC ബസ്സുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എങ്ങോട്ട് പോകാനാ? ഞാനിപ്പോ വടവഞ്ചാല അരപ്പറ്റെന്ന് വരികയാണ്. ഇത് കിട്ടിയതിനുള്ള സന്തോഷമല്ല. കാരണം ഇപ്പൊ പ്രിയദർശിനി വന്നിട്ട് നമുക്ക് ഇടങ്ങേറുണ്ടാവുന്നത്, സാധാരണക്കാർക്കാണ് ഇടങ്ങേറാവുന്നത്. കാരണം പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിച്ച് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾ, വയസ്സായ ആൾക്കാർ ഇപ്പോൾ സ്റ്റെപ്പിൽ നിന്നിട്ടാണ് വന്നിട്ടുള്ളത്. ദേഷ്യം കൊണ്ടല്ല, വിഷമം കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഈ സംഭവം തുടങ്ങുമ്പോൾ ബാഡ് സൈഡും ഗുഡ് സൈഡും നോക്കണം. അല്ലാതെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ കാര്യമല്ല. എല്ലാവരും പിന്നെ അതുപോലെ തന്നെ 40ന്റെ മേലുള്ളവർക്കൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ വെറുതെ നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ? അതിലൊരു കാര്യമില്ല. നല്ല സങ്കടം കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ബസ് ഉടമകൾ കൂടി നമ്മളോടൊപ്പമുണ്ട്. സ്വകാര്യ ബസ് സംഘടനയുടെ നേതാക്കളുണ്ട്. ബസ്സുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. നമുക്ക് കാണാം. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വയനാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞത്? വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ് മേഖലയെ ഗുരുതരമായ വീഴ്ചയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ യാതൊരു കാരണവശാലും ഈ സർവീസ് നടത്തി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ ബസ് ഉടമകളുടെ സംഘടനകളും തൊഴിലാളി യൂണിയനുകളുടെ സംഘടനകളും സംയുക്തമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ അടിയന്തരമായി ചില നടപടിയിലേക്ക് കടക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ സൂചനാ സമരമാണ്. അത് ഈ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര പദ്ധതി വന്നതിന് ശേഷം വയനാട് ജില്ലയിൽ പ്രധാനപ്പെട്ട റൂട്ടുകളിലെല്ലാം സ്വകാര്യ ബസ്സിനേക്കാൾ കൂടുതൽ KSRTC സർവീസുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമൂലം തന്നെ ബസ് ഉടമകൾക്ക് ഭീമമായ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡീസലിന്റെ വില, അതുപോലെ തന്നെ തൊഴിലാളികളുടെ വേതനം, ദൈനംദിന ചെലവുകൾക്ക് പോലും തുക കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് വയനാട്ടിലെ ബസ് ഉടമകളുള്ളത്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ ജീവിതമാർഗവും വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നിലവിലുള്ളത്. ഇതിപ്പോ നിങ്ങൾ പറയുന്ന ഒരു പരിഹാര മാർഗം എന്താ? ഇപ്പൊ സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. സർക്കാർ ആദ്യമേ പറഞ്ഞൊരു പദ്ധതിയാണ്. അതിൽ നിന്നിപ്പോ ഒരു പിന്നോട്ട് പോക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് നിങ്ങൾ പറയുന്ന പരിഹാരം? നിങ്ങൾക്ക് ഈ സ്ത്രീ സൗജന്യ യാത്രയിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ അതിനെതിരല്ല. ഞങ്ങൾ പറയുന്ന അങ്ങനെ ആവുമ്പോൾ ഈ കേരളത്തിലെ മലയോര ജില്ലയായ ചെറിയ ഒരു വയനാട് ജില്ലയിലെ ബസ് വ്യവസായം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രാമീണ മേഖലയിലുള്ള യാത്രാ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് പൊതുഗതാഗതത്തിന്റെ ഭാഗമായി നല്ല രീതിയിൽ പോകുന്നതാണ്. അപ്പം ഞങ്ങളെ കൂടെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സമീപനമാണ് സർക്കാരിൻ്റെ അടുത്തുണ്ടാകുന്നത്. ഞങ്ങളല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ സർക്കാർ കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾക്കെതിരല്ല. പക്ഷേ ഞങ്ങളെയും കൂടെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, സർക്കാർ ഞങ്ങൾക്ക് പകുതി 50% ടാക്സ് കുറച്ച് തന്നു. അതൊരു സർക്കാർ കുറച്ച് തരാത്തതാണ്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. ദിവസം 4000 മുതൽ 7000 രൂപ വരെ നഷ്ടം സഹിച്ചുകൊണ്ട് ഒരു ദിവസം കിട്ടുന്നത്, സർക്കാർ കുറച്ച് തന്നെ കിട്ടുന്നത് ഒരു 126 രൂപയാണ് ഒരു ദിവസം കിട്ടുക. അത് തീരെ സഹിക്കില്ല. അത് മാത്രമല്ല 5000 കോടി മുടക്കുള്ള ഒരു വ്യവസായമാണ് കേരളത്തിൽ.
ആ കേരളത്തിലെ വ്യവസായം ഫ്രീ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതും കൂടെ സംരക്ഷിച്ചുകൊണ്ട് പോകണമെന്നാണ് പറയാനുള്ളത്. മോത്തി, അതാണ് ബസ് ഉടമകൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ കൂടി കണക്കിലെടുക്കണം. സൗജന്യ യാത്രയ്ക്ക് ഞങ്ങൾ എതിരല്ല, പക്ഷേ ബസ് വ്യവസായത്തെ നിലനിർത്താനുള്ള ചില നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും വയനാട് ജില്ലയെ സംബന്ധിച്ച് ഇന്ന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് യാത്രക്കാർ നേരിടുന്നത്. KSRTC പല റൂട്ടുകളിലും അധിക സർവീസ് നടത്തുന്നുണ്ട്, പക്ഷേ അതിന് പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ കൂടുതലും സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. പല ഉൾപ്രദേശങ്ങളിലും പ്രൈവറ്റ് ബസ് മാത്രം സർവീസ് നടത്തുന്ന പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ മാനന്തവാടി, കൽപ്പറ്റ അല്ലെങ്കിൽ വയനാട്, കോഴിക്കോട് സെക്ടർ ഒക്കെ KSRTC ബസ്സുകൾ ധാരാളമുണ്ട്. പക്ഷേ മാനന്തവാടി, സുൽത്താൻ ബത്തേരി ഉൾപ്പെടെയുള്ള പ്രധാന റൂട്ടിലും മറ്റ് ബൈ റൂട്ടുകളിലും ഒന്നും ആവശ്യത്തിന് KSRTC ബസ്സുകൾ നിലവിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സമരം വലിയ രീതിയിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്.